ഒരു എൽ പി പ്രോബ്ലം തന്നാൽ ആ എൽ പി പ്രോബ്ലത്തിന് ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ തിയറം ഒന്ന് വായിക്കാം. ഇഫ് എസ് എഫ് ഈസ് നോൺ എംപ്റ്റി, ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹാസ് എയ്തർ ആൻ അൺബൗണ്ടഡ് മിനിമം ആൻ അൺബൗണ്ടഡ് മിനിമം ഓർ ഇറ്റ് ഹാസ് മിനിമം അറ്റ് വെർട്ടെക്സ് ഓഫ് എസ് എഫ്. തിയറം പറയുന്നത് ഒരു എൽ പി പ്രോബ്ലം ഉണ്ട്. ഒരു എൽ പി പ്രോബ്ലം കൺസിഡർ ചെയ്യുക. അതിൻ്റെ സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻസ് എസ് എഫ് അത് നോൺ എംപ്റ്റി ആണെങ്കിൽ നമ്മളുടെ എൽ പി പ്രോബ്ലത്തിന് ഒന്നില്ലെങ്കിൽ മിനിമം സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അതായത് ആ എസ് എഫിലൊരു പോയിന്റിൽ എഫ് ഓഫ് എക്സിന് മിനിമം എക്സിസ്റ്റ് ചെയ്യും. മാത്രമല്ല ഈ മിനിമം എസ് എഫിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ മിനിമം തരുന്ന പോയിന്റ് എസ് എഫ് എന്നുള്ള സെറ്റിൻ്റെ കോൺവെക്സ് സെറ്റിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ വരും എന്നാണ് പറയുന്നത്. വെർട്ടെക്സിൽ മാത്രം ആയിക്കോണമെന്നില്ല, പക്ഷേ ഒരു വെർട്ടെക്സിലെങ്കിലും വരും. അല്ലെങ്കിൽ ഈ എഫ് ഓഫ് എക്സിന് അൺബൗണ്ടഡ് മിനിമം എന്ന് പറയാം. അതായത് നമ്മൾക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ബൗണ്ടഡ് അല്ല, അൺബൗണ്ടഡ് മിനിമമാണ്. ഓക്കെ, അതായത് മിനിമം ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ, നമ്മൾക്ക് എഫ് ഓഫ് എക്സിനെ ചെറുതാക്കി എത്ര വേണമെങ്കിലും ചെറുതാക്കാം. ഓക്കെ, ഈ എസ് എഫിലുള്ള പോയിൻറ്റ്സിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പോയിൻറ്റ്സ് എസ് എഫിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൂഫ് നോക്കുക. പ്രൂഫ് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. പറയുന്നത് എൽ പി പ്രോബ്ലം, അതിൻ്റെ സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻസ് എസ് എഫ് കൺസിഡർ ചെയ്യുക. അത് നോൺ എംപ്റ്റി ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ എഫ് ഓഫ് എക്സിന് മിനിമം എക്സിസ്റ്റ് ചെയ്യും. മിനിമം എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എസ് എഫിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ ഈ മിനിമം അച്ചീവ് ചെയ്യും. തെറ്റിദ്ധരിക്കരുത്, വെർട്ടെക്സിൽ മാത്രം മിനിമം അച്ചീവ് ചെയ്തോണമെന്നില്ല. ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ മിനിമം അച്ചീവ് ചെയ്യും. പിന്നെ എസ് എഫിൽ ബാക്കിയുള്ള ചില പോയിൻറ്റ്സിൽ എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്ക് ഗ്യാരണ്ടി ഉള്ളത് എസ് എഫിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ അൺബൗണ്ടഡ് മിനിമം ആയിരിക്കും എഫ് ഓഫ് എക്സിന് എസ് എഫിൽ. ഓക്കെ, അതായത് മിനിമം ഓഫ് എക്സ് ബിലോങ്സ് ടു എസ് എഫ് ഓഫ് എക്സ് ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അൺബൗണ്ടഡ് ആയിട്ട് പോകും. അപ്പോൾ പ്രൂഫ് നോക്കുക. നമ്മൾ രണ്ട് കേസിലായിട്ടാണ് പ്രൂഫ് ചെയ്യുന്നത്. ഒന്നാമത്തെ കേസ് എസ് എഫ് ബൗണ്ടഡ് ആയിട്ട് വരുന്ന കേസ്, രണ്ടാമത്തെ കേസ് എസ് എഫ് അൺബൗണ്ടഡ് ആകുന്ന കേസ്. ഓക്കെ, അപ്പോൾ നോക്കുക. കേസ് 1, എസ് എഫ് ഈസ് അൺബൗണ്ടഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കറിയാം എസ് എഫ് ഒരു പോളിടോപ്പാണ്. ഓക്കെ, അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം, എസ് എഫ് എന്നുള്ള സെറ്റിനെ നമ്മൾക്ക് അതിൻ്റെ വെർട്ടെക്സുകളുടെ എസ് എഫിലുള്ള ഏതൊരു പോയിൻറ്റിനെ അതിൻ്റെ വെർട്ടെക്സുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. ഓക്കെ, അതാണ് എഴുതിയത്. ദെൻ എസ് എഫ് ഹാസ് വെർട്ടൈസസ് ആൻഡ് എവറി പോയിൻറ്റ് ഓഫ് എസ് എഫ് ഈസ് എ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇറ്റ്സ് വെർട്ടൈസസ്. ഓക്കെ, ഒരു പോളിഗണായിരിക്കും എസ് എഫ്. എന്നിൽ പോളിഗൺ കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. പോളിടോപ്പ് അതായിരിക്കും കുറച്ചുകൂടെ നല്ല ടെർമിനോളജി. പോളിടോപ്പ് ആയിരിക്കും, അതിന് വെർട്ടെക്സുകൾ ഉണ്ടാവും. എസ് എഫ് ബൗണ്ടഡ് ആയതുകൊണ്ട് ഓക്കെ, എസ് എഫിന് പോളിടോപ്പാണ്, അതിൻ്റെ വെർട്ടെക്സുകൾ ഉണ്ടാവും. ആ വെർട്ടെക്സുകളുടെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് ആയിരിക്കും അതിൻ്റെ ആ എസ് എഫിലുള്ള എല്ലാ പോയിൻറ്റ്സും. ഓക്കെ, അതായത് ആ പോളിടോപ്പിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തുള്ള പോയിൻറ്റ്സ്. ഓക്കെ, അതിനൊക്കെ നമ്മൾക്ക് എസ് എഫിൻ്റെ വെർട്ടെക്സുകളുടെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾക്കറിയാം നമ്മൾ എസ് എഫ് ബൗണ്ടഡാന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. മോറോവർ എസ് എഫ് ക്ലോസ്ഡ് ആണ്, അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എസ് എഫ് ബൗണ്ടഡ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ആണ്, എൻ ഡയമെൻഷണൽ സ്പേസ് ജനറലായിട്ട് പറയുകയാണെങ്കിൽ. നമ്മൾക്കറിയാം RN എന്നുള്ള മെട്രിക് സ്പേസ് വിത്ത് യൂഷ്വൽ മെട്രിക്, അവിടുത്തെ കോമ്പാക്ട് സെറ്റ്സിനെ കുറിച്ച് നമ്മൾക്കറിയാം. അവിടുത്തെ കോമ്പാക്ട് സെറ്റ്സ് എന്തായിരിക്കും? ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റുകളായിരിക്കും. ഓക്കെ, അവിടുത്തെ എല്ലാ ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റുകളും കോമ്പാക്റ്റ് ആയിരിക്കും. കോമ്പാക്റ്റൊക്കെ ക്ലോസ്ഡും ബൗണ്ടഡ് ആയിരിക്കും. അതായത് എസ് എഫ് ഒരു ക്ലോസ്ഡ്
ബൗണ്ടഡ് സെറ്റാണ്, അതായത് കോമ്പാക്ട് സെറ്റാണ് ഇ എന്നിലെ. മോർ ഓവർ എഫ് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് എന്ത് പറയാം, എഫ് ലീനിയറാണ്, ലീനിയർ ഫംഗ്ഷനാണ്, അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എസ് എഫ് കോമ്പാക്റ്റ് ആയിരിക്കും, കാരണം എഫ് കണ്ടിന്യൂസ് ആണ്, എസ് എഫ് കോമ്പാക്റ്റ് ആണ്. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് ഈസ് കോമ്പാക്റ്റ്. കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് എസ് എഫ് കോമ്പാക്റ്റ് ആണ്, ആറിലെ ഒരു കോമ്പാക്ട് സെറ്റ് ആയിരിക്കും, കാരണം എഫ് എസ് എഫ് എന്ന് ആർക്കുള്ള ഫംഗ്ഷനാണ്, ആറിലെ ഒരു കോമ്പാക്ട് സെറ്റ് ആയിരിക്കും. ഓക്കെ, ആറിലെ കോമ്പാക്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ആറിലെ ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റ്. അപ്പോൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ, ക്ലോസ്ഡും ബൗണ്ടഡും ആയതുകൊണ്ട് തന്നെ എഫിനെ എഫ് ഓഫ് എസ് എഫ് കോമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യും. മോർ ഓവർ അത് അതിൻ്റെ മാക്സിമം മിനിമം അച്ചീവ് ചെയ്യുകയും ചെയ്യും ക്ലോസ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, മിനിമം എക്സിസ്റ്റ് ചെയ്യും. എഫ് ഓഫ് എസ് എഫ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് മിനിമം മാക്സിമം ഒക്കെ ആ സെറ്റിൽ ഉണ്ടാവും. ഓക്കെ, എഫ് ഓഫ് എസ് എഫിൽ ഉണ്ടാവും, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മിനിമം വരും. ഓക്കെ, ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു എസ് എഫ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ദി മിനിമം ഓഫ് എഫ് ഓഫ് എസ് എഫ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, മിനിമം അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എസ് എഫിൻ്റെ ഏതെങ്കിലും ഒരു വർട്ടെക്സിൽ ഈ മിനിമം വരും. ഓക്കെ, അപ്പോൾ ഇനി എസ് എഫിൻ്റെ വർട്ടെക്സുകൾ കൺസിഡർ ചെയ്യുക. ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടൈസസ് ആയിരിക്കും എസ് എഫിന് ഉണ്ടാവുക. അപ്പോൾ പി നമ്പർ ഓഫ് വെർട്ടൈസസ് എസ് എഫിന് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ x1 x2 എക്സെട്ര എക്സ് പി എസ് എഫിൻ്റെ വർട്ടെക്സുകളാണെന്ന് അസ്യൂം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ മിനിമം അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, എക്സ് നോട്ടിൽ എഫ് ഓഫ് എസ് എഫിൻ്റെ മിനിമം ആണ്. ഓക്കെ, then x naught can be expressed as a convex linear combination of x1 x2 etc xp. അതായത് എക്സൈസ് ഒക്കെ എസ് എഫിൻ്റെ വെർട്ടെക്സുകളാണ്. എക്സ് നോട്ട് എസ് എഫിലൊരു പോയിൻ്റാണ്. അപ്പോൾ ഈ വെർട്ടെക്സുകളുടെ ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ് നോട്ടിനെ റെപ്രസെൻ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് lambda 1 lambda 2 etc lambda p greater than or equal to 0 such that x naught equal to summation j runs from 1 to p lambda j xj and summation j runs from 1 to p lambda j equal to 1. Okay, ഇനി എഫ് ഓഫ് എക്സ് നോട്ട് കൺസിഡർ ചെയ്യുക. എഫ് ഓഫ് എക്സ് നോട്ട് എന്തിന് ഈക്വൽ ആയിരിക്കും, എക്സ് നോട്ട് സമ്മേഷൻ ലാംഡ ജെ എക്സ് ജെക്ക് ഈക്വൽ ആണ്, അത് കൊടുക്കുക. എഫ് ഓഫ് സമ്മേഷൻ ജെ റൺസ് ഫ്രോം 1 to p ലാംഡ ജെ എക്സ് ജെ വിച്ച് വിൽ ബി ഈക്വൽ ടു summation j runs from 1 to p lambda j f of x j because f is linear. Okay, because f is linear, which will be greater than or equal to summation j runs from 1 to p lambda j f of xk. f of xk നെ ഞാൻ ചൂസ് ചെയ്തത് നമുക്ക് ഈ സെറ്റ് കൺസിഡർ ചെയ്യുക. വെർട്ടെക്സുകളിൽ എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതിലെ മിനിമം വരുന്ന പോയിൻ്റ് ഏതാണെന്ന് നോക്കുക. ആ പോയിൻ്റ് എക്സ് കെ ആണെന്ന് അസ്യൂം ചെയ്യും. ഹിയർ എഫ് ഓഫ് എക്സ് കെ ഈക്വൽ ടു മിനിമം ഓഫ് സെറ്റ് എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു എക്സെട്ര എഫ് ഓഫ് എക്സ് പി. മിനിമം എക്സിസ്റ്റ് ചെയ്യും, ഫൈനൈറ്റ് ഏതെങ്കിലും ഒരു പോയിൻ്റ് മിനിമം വരും, കാരണം അതൊരു ഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതുകൊണ്ട് സമ്മേഷൻ ജെ റൺസ് ഫ്രോം 1 ലാംഡ ജെ എഫ് ഓഫ് എക്സ് കെ എന്ന് കിട്ടും. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വിച്ച് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ ഇൻറ്റു സമ്മേഷൻ ജെ റൺസ് ഫ്രോം 1 to p ലാംഡ ജെ, കാരണം എഫ് ഓഫ് എക്സ് കെ ജെക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. സമ്മേഷൻ ലാംഡ ജെ 1 ആണ്, അപ്പോൾ എഫ് ഓഫ് എക്സ് കെ എന്ന് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ. അതായത് നമുക്കിപ്പോൾ കിട്ടിയത് എഫ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ എന്നാണ്. ഓക്കെ, എക്സ് കെ എസ് എഫിലെ ഒരു പോയിൻ്റാണ്. എക്സ് നോട്ട് എഫ് ഓഫ് എസ് എഫിൻ്റെ മിനിമമാണ്, മിനിമം തരുന്ന പോയിൻ്റാണ്. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ഓൾ എഫ് ഓഫ് എക്സ് ആയിരിക്കും, ഫോർ ഓൾ എക്സ് ഇൻ എസ് എഫ്. ഓക്കെ, കാരണം എക്സ് നോട്ടിലാണ് എഫിന് മിനിമം എസ് എഫിൽ. എക്സ് കെ എസ് എഫിലൊരു പോയിൻ്റാണ്, അതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി ഇനീക്വാളിറ്റി 1ഉം 2ഉം കമ്പൈൻ ചെയ്താൽ റിക്വയർഡ് റിസൾട്ടായി എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ എന്ന് പറയാം. എക്സ് നോട്ടിൽ എഫിന് മിനിമമാണ്, എസ് എഫിൽ എഫ് ഓഫ് എക്സ് നോട്ടും എഫ് ഓഫ് എക്സ് കെയും ഈക്വലാന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് കെയിലും എഫ് ഓഫ് എക്സിന് മിനിമം എന്ന് പറയാം എസ് എഫിൽ. അതായത്
എക്സ് ഒരു വെർട്ടെക്സ് ആണ്. ആ വെർട്ടെക്സിൽ എഫിന് മിനിമം വരും എസ് എഫിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ബൗണ്ടഡ് ആകുന്ന കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എസ് എഫ് ബൗണ്ടഡ് ആകുമ്പോൾ അതിന് മിനിമം എക്സിസ്റ്റ് ചെയ്യും. മാത്രമല്ല എസ് എഫിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ ഈ മിനിമം അച്ചീവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി കേസ് 2 എസ് എഫ് അൺബൗണ്ടഡ് ആവുന്ന കേസ്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കേസ് 2 നോക്കുക. കേസ് 2 എന്ന് പറഞ്ഞാൽ എസ് എഫ് അൺബൗണ്ടഡ് ആയിട്ട് വരുന്ന കേസ്. ഇപ്പോൾ നമുക്കറിയാം എസ് എഫ് ബൗണ്ടഡ് ബിലോ ആണ്. കാരണം എസ് എഫിൽ എല്ലാ പോയിൻറ്റ്സും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ. അതായത് എസ് എഫിൽ എല്ലാ പോയിൻറ്റ്സും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ എല്ലാ പോയിൻറ്റ്സിൻ്റെയും കമ്പോണൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് അതാണ് ബൗണ്ടഡ് ബിലോനോട് ഉദ്ദേശിച്ചത്. ഓക്കെ, ബൗണ്ടഡ് ബിലോ ബൈ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് എസ് എഫിന് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ബൗണ്ടഡ് ബിലോ ആണ്. ഓക്കെ, ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് എങ്കിലും എസ് എഫിന് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ x1 ആണ് ആ വെർട്ടെക്സ് എന്ന് കരുതുക. ഒരു വെർട്ടെക്സ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു വെർട്ടെക്സിനെ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട് x1. ഇനി x1 വെർട്ടെക്സ് ആണ്. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ ഈ കൺസ്ട്രെയിൻസിൽ ഓരോ കൺസ്ട്രെയിൻസും ഓരോ ഹൈപ്പർ പ്ലെയിൻസ് ആയിരിക്കും. x1 വെർട്ടെക്സ് ആണ്. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ ഈ കൺസ്ട്രെയിൻസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ ഏതെങ്കിലും ഹൈപ്പർ പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും. എല്ലാ ഹൈപ്പർ പ്ലെയിൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്നല്ല, ഏതെങ്കിലും ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും രണ്ടോ രണ്ടിൽ കൂടുതലോ ഹൈപ്പർ പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും x1. ഓക്കെ, അതാണ് എഴുതിയത്. ലെറ്റ് ദി it has at least 1 vertex x1. Let the cone SC in the vertex x1 be produced by the hyperplanes intersecting at x1. അതായത് x1 വെർട്ടെക്സ് ആണ്. അപ്പോൾ x1ൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻസ് x1ൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ആ കോണ് കൺസിഡർ ചെയ്യുക. x1ൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻസ് ഉണ്ടാക്കുന്ന കോണ് കൺസിഡർ ചെയ്യുക x1 ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, ഇങ്ങനെ ആ കോണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എസ് എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊരു 3 ഡയമെൻഷണൽ സ്പേസിൽ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. വിഷ്വലൈസ് ചെയ്താൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാം. അതാണ് സൈഡിലൊക്കെ ഫിഗർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എസ് എഫ് ഉണ്ട്, സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻ. അതിനൊരു വെർട്ടെക്സ് x1. x1ൽ ഉള്ളൊരു x1ൽ ജോയിൻ ചെയ്യുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻസ് ഫോം ചെയ്യുന്ന കോൺ എസ് എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ആ കോണിനെ ഞാൻ എസ് സി എന്ന് വിളിക്കുന്നുണ്ട്. produced by the hyperplanes intersecting at x1. Then SF is a subset of SC. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് SF എസ് സിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, ആൻഡ് ദി എഡ്ജസ് ഓഫ് SC ആർ ഹോളി ഓർ പാർഷ്യലി എഡ്ജസ് ഓഫ് SF. ഓക്കെ, അപ്പോൾ എസ് സിയിലുള്ള എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എസ് എഫിൽ മുഴുവനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ, ഈ കോണിൻ്റെ ഒരു പോർഷനെങ്കിലും എസ് എഫിൽ ഉണ്ടാവും, ഒരു പോർഷൻ, അല്ലെങ്കിൽ ആ എസ് സിൻ്റെ എല്ലാ എഡ്ജസും എസ് എഫിലുണ്ടാവും. ഓക്കെ, അതായത് എസ് സിയിലുള്ള എഡ്ജസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു എഡ്ജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എഡ്ജ് ഒന്നില്ലെങ്കിൽ എസ് എഫിൽ മുഴുവനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, രണ്ട് കേസ്. ഓക്കെ, കാരണം എസ് എഫ് എസ് സിൻ്റെ സബ്സെറ്റാണ്. ഇഫ് വൈ ഈസ് എ ഫിക്സ്ഡ് പോയിൻറ്റ് അതർ ദാൻ x1 on any edges of SC. ഇനി ഞാൻ എസ് സിൻ്റെ എഡ്ജസ് കൺസിഡർ ചെയ്ത് അതിൽ നിന്ന് ഒരു ആർബിട്രറി പോയിൻറ്റിനെ ചൂസ് ചെയ്യുന്നുണ്ട്, y ഡിഫറെൻറ്റ് ഫ്രം x1. ഓക്കെ, ഇനി x1ഉം yയും
തമ്മിൽ ജോയിൻ ചെയ്യുന്ന x1 സ്റ്റാർട്ട് ചെയ്ത് വൈയിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈന് കൺസിഡർ ചെയ്യാം. ആ ലൈൻ എന്തായിരിക്കും? എസ്സിൻ്റെ എഡ്ജ് ആയിരിക്കും. ഓക്കെ, ഞാൻ അങ്ങനെയാണ് വൈനെ ചൂസ് ചെയ്യുന്നത്. എസ്സിൻ്റെ എഡ്ജ് ആയിരിക്കും. അപ്പോൾ ആ എഡ്ജ് കൺസിഡർ ചെയ്യാം. ഓക്കെ, then any point on the edge where y is lying on that edge is x equal to 1 minus lambda x1 plus lambda y. ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്ത് വൈയിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈന്, വൈയിൽ അവസാനിക്കല്ല, വൈയിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ, അതിൻ്റെ പാരാമീറ്ററൈസേഷനാണ് കൊടുത്തത്. എക്സ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ വൈ. ഓക്കെ, അത് എന്തായിരിക്കും? എസ്സിൻ്റെ എഡ്ജ് ആയിരിക്കും. ഓക്കെ, ഈ എഡ്ജ് മുഴുവനായിട്ട് എസ് എഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു കേസാണ്. ഓക്കെ, അതായത് ആ എഡ്ജ് മുഴുവനായിട്ട് എസ് എഫിലുണ്ട്. ഇഫ് എക്സ് ഈസ് ഇൻ എസ് എഫ് ഫോർ ഓൾ ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ദെൻ ദി എഡ്ജ് ഓഫ് എസ് സി ഈസ് ഓൾസോ ഹോളി ആൻ എഡ്ജ് ഓഫ് എസ് എഫ്. ആ കേസിൽ നമുക്ക് എന്ത് പറയാം? ഈ എഡ്ജ് എസ് എഫിലും മുഴുവനായിട്ടുണ്ട് എന്ന് പറയാം. ഇനി ഈ ലൈനിൻ്റെ, അതായത് ഞാനിപ്പോൾ പാരാമീറ്ററൈസ് ചെയ്ത ആ ലൈന്, അതായത് x1 സ്റ്റാർട്ട് ചെയ്ത് വൈയിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് എസ് എഫിലുള്ളത് എന്ന് കരുതാം. ആ എഡ്ജിൻ്റെ ഒരു പോർഷൻ മാത്രം. അതായത് എക്സ് ഈസ് ഇൻ എസ് എഫ് വേർ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ നോട്ട് for some lambda not greater than 0 and not in SF for lambda greater than or equal to greater than lambda not. അതായത് ഈ എഡ്ജിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഈ എസ് എഫിലുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലാംഡ നോട്ടിനെ നമുക്ക് ചൂസ് ചെയ്യാം. ഈ ലാംഡ നോട്ട് വരെയാണ് എസ് എഫ്, ലാംഡ നോട്ട് വരെയുള്ള ഭാഗം, ലൈനിൻ്റെ ഭാഗം മാത്രമാണ് എസ് എഫിലുള്ളത്. ലാംഡ നോട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗം എസ് എഫിലില്ല എന്നുള്ള കേസ് അതാണ് എഴുതിയത്. ഇഫ് എക്സ് ഈസ് ഇൻ എസ് എഫ് വെർ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ നോട്ട് ആൻഡ് നോട്ട് ഇൻ എസ് എഫ് ഫോർ ലാംഡ ഗ്രേറ്റർ ദാൻ ലാംഡ നോട്ട്. അപ്പോൾ നമ്മൾക്കതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എഡ്ജിൽ, എസ് സിൻ്റെ എഡ്ജിൽ x2 എന്നുള്ളൊരു പോയിൻ്റ് കിട്ടും. ആ x2 എന്നുള്ള പോയിൻ്റ് എന്തായിരിക്കും? x2 ഈക്വൽ ടു 1 മൈനസ് ലാംഡ നോട്ട് x1 പ്ലസ് ആണ്, പ്ലസ് ലാംഡ നോട്ട് y. ഓക്കെ, അതായത് നമ്മളുടെ എസ് എഫിൽ x1 സ്റ്റാർട്ട് ചെയ്ത് x2 വരെയുള്ള ലൈൻ സെഗ്മെൻ്റ് ആയിരിക്കും എസ് എഫിൽ ഉണ്ടാവുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, കേസിൻ ആ x2 എന്നുള്ള പോയിൻ്റ് എസ് എഫിൻ്റെ മറ്റൊരു വെർട്ടെക്സ് ആയിരിക്കും. ഓക്കെ, ഈ കേസിൽ x2 എന്നുള്ള പോയിൻ്റ് എസ് എഫിൻ്റെ മറ്റൊരു വെർട്ടെക്സ് ആയിരിക്കും. is the other vertex extremity of the edge of SF. Okay, the first extremity being the point x1. അപ്പോൾ നമുക്ക് എസ് എഫിന് രണ്ട് വെർട്ടെക്സുകളാവും, x1 ഉം x2. ഈ കേസിൽ x2 is also a vertex of SF. Thus moving along any edge of SC from vertex S1, either we shall arrive at another vertex x2 ഓഫ് എസ് എഫ് ഓർ നോട്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത്, നമ്മൾ എസ് എഫിനൊരു വെർട്ടെക്സ് ഉണ്ടാവും x1. അപ്പോൾ x1 ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻസ് നോക്കുക, കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻസ്. ആ ഹൈപ്പർ പ്ലെയിൻസ് എസ് എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലൊരു കോൺ അവിടെ ഫോം ചെയ്യും. ഈ കോണിൻ്റെ എഡ്ജസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ x1 ഒരു വെർട്ടെക്സ് ആയിരിക്കും. ഈ കോണിൻ്റെ എഡ്ജസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എഡ്ജ് ഒന്നില്ലെങ്കിൽ മുഴുവനായിട്ട് എസ് എഫിലുണ്ടാവും, അല്ലെങ്കിൽ ആ എഡ്ജിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പോർഷൻ മാത്രമാണെങ്കിൽ നമ്മൾ എസ് എഫിൻ്റെ മറ്റൊരു വെർട്ടെക്സിൽ എത്തിപ്പെടും. ഓക്കെ, ആ പോർഷൻ്റെ x1 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ പോർഷൻ എവിടെയാണോ അവസാനിക്കുന്നത്, ആ അവസാനിക്കുന്ന പോയിൻറ്റും എസ് എഫിൻ്റെ ഒരു വെർട്ടെക്സ് ആയിരിക്കും. അതാണ് നമ്മൾ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്തത്. അതാണ് എഴുതിയത്. ജസ്റ്റ് മൂവിങ് അലോങ് എനി എഡ്ജ് ഓഫ് ദി കോൺ എസ് സിയിലുള്ള ഏതെങ്കിലും എഡ്ജ് കൂടെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ x1 ഫ്രം x1 സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു എഡ്ജ് കൂടെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ
x2 എന്നുള്ളൊരു അടുത്തൊരു വെർട്ടെക്സിലെത്തും, എസ് എഫിൻ്റെ അടുത്തൊരു വെർട്ടെക്സിലെത്തും, അല്ലെങ്കിൽ എത്താത്ത കേസിൽ ആ എഡ്ജ് എസ് സിൻ്റെ ആ എഡ്ജ് മുഴുവനായിട്ട് എസ് എഫിലുണ്ടാവും. ലേറ്റർ കേസ് എസ് എഫ് ആസ് ആൻ അൺബൗണ്ടഡ് എഡ്ജ്, അതായത് x2 എന്നുള്ളൊരു വെർട്ടെക്സിൽ എത്തിയിട്ടില്ലെങ്കിൽ എസ് എഫിന് ഒരു അൺബൗണ്ടഡ് ആ എഡ്ജ് എസ് എഫിൻ്റെ അൺബൗണ്ടഡ് എഡ്ജ് ആയിരിക്കും. ഓക്കെ, ആ എഡ്ജ് മുഴുവനായിട്ട് എസ് എഫിലുണ്ടാവും. നൗ കൺസിഡർ എഫ് ഓഫ് എക്സ് വൺ. ഇനി എഫ് ഓഫ് എക്സ് വൺ കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ 2 കേസിലായിട്ടാണ് തിയറം പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ കേസ് നോക്കുക. സബ് കേസ് 1 എന്ന് പറഞ്ഞാൽ ആ കേസ് എസ് സി കൺസിഡർ ചെയ്യുക. എസ് സിൻ്റെ എഡ്ജസ് കൺസിഡർ ചെയ്യുക. എഡ്ജസിൽ എഫിൻ്റെ മിനിമം x1 എന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അതാണ് കേസ് 1. ഫോർ എവറി എക്സ് ഓൺ എനി എഡ്ജസ് ഓഫ് എസ് സി എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് എസ് സി എന്നുള്ള എസ് സി കൺസിഡർ ചെയ്യുക. അപ്പോൾ x1 സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജസ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എഫിന് മിനിമം x1. ഓക്കെ, ഫോർ എവറി എക്സ് ഓൺ എനി ഓഫ് ദി എഡ്ജസ് ഓഫ് എസ് സി എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ്, മിനിമം x1 വരുന്നത്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് ഡിക്രീസസ് ആസ് ലാംഡ ഇൻക്രീസസ് വേർ എക്സ് ഈക്വൽ ടു 1 minus lambda x1 plus lambda y, lambda greater than 0, greater than or equal to 0, and y is any fixed point on any of the edges. ഓക്കെ, ഞാൻ ആ കേസിനെ കുറച്ചുകൂടെ നന്നായിട്ട് എഴുതിയതാണ്. അതായത് ഒരു വൈനെ ഏതെങ്കിലും ഒരു എഡ്ജിൽ നിന്ന് ഫിക്സ് ചെയ്താൽ എക്സ് ഈക്വൽ ടു 1 minus lambda x1 പ്ലസ് ലാംഡ വൈ എന്നുള്ള രൂപത്തിലായിരിക്കും ആ എഡ്ജിലുള്ള വൈ വരുന്ന എഡ്ജിലുള്ള പോയിൻറ്റ്സ് ഒക്കെ ലാംഡ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ ലാംഡ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എഫിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നില്ല എന്നാണ് ഡിക്രീസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ആ കേസ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് x1 എഫിന് മിനിമാണ് ഈ കോണിൽ. എസ് സിയിൽ x1 എഫിന് മിനിമം വരുന്നുണ്ട്. എഫിൻ്റെ മിനിമം x1. എസ് എഫ് പിന്നെ എസിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് x1 എസ് എഫിൽ ഉണ്ടായതുകൊണ്ടും x1 എസ് എഫിലും എഫിന് മിനിമം എന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, സബ് കേസ് 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് ഡിക്രീസസ് ആസ് ലാംഡ ഇൻക്രീസസ് വേർ എക്സ് ഈക്വൽ ടു 1 minus lambda x1 plus lambda y, lambda greater than or equal to greater than 0, and y is any fixed point on any of the edges. ഓക്കെ, അതായത് എഡ്ജസ് കൺസിഡർ ചെയ്യുമ്പോൾ എഡ്ജസിൽ x1 എഫിന് മിനിമം. ഇഫ് പോസിബിൾ ലെറ്റ് x0 in SC be a point different from x1. നമ്മളെ ക്ലെയിം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ക്ലെയിമായിട്ട് എഴുതിക്കോ. മുകളിൽ ക്ലെയിം എന്ന് കൊടുക്കുക. ഇഫ് പോസിബിളിൻ്റെ മുകളിൽ ക്ലെയിം ചെയ്യുക. എന്ത്? എഫ് അറ്റൈൻസ് മിനിമം അറ്റ് x1 ഓൺ ദി എഡ്ജസ് ഓഫ് എസ് സി. ഓക്കെ, അതാണ് നമ്മളുടെ ക്ലെയിം. ഇഫ് പോസിബിൾ x0 in SC be a point different from x1 such that f of x0 is minimum for x belongs to SC. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് x1 എസ് സിൻ്റെ മിനിമം, എസ് സിയിലെ എഫിൻ്റെ മിനിമം x1 അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് x0 എഫിന് മിനിമം ഉണ്ട് എന്ന് കരുതുക എസ് സിയിൽ. ഓക്കെ, ഇഫ് പോസിബിൾ ലെറ്റ് x0 in SC be a point different from x1 such that f of x0 is minimum for x belongs to SC. Okay, that is f of x0 less than or equal to f of x for all x belongs to SC. In particular, f of x0 less than or equal to f of x ആണ് എക്സ് സിയിലെ എല്ലാ പോയിൻറ്റ്സിലും. x1 എസ് സിയിലെ ഒരു പോയിൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? f of x0 less than or equal to f of x1 f of x എന്ന് പറയാം. നമ്പർ ചെയ്യുക 1. Now we can find a hyperplane containing x0 and intersecting all the edges of SC. അപ്പോൾ ഇനി നമ്മൾ ഒരു ഹൈപ്പർ പ്ലെയിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എങ്ങനെ?
എക്സ് നോട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന എസ് സിയിലെ എല്ലാ എഡ്ജസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ഹൈപ്പർ പ്ലെയിന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഹൈപ്പർ പ്ലെയിനും അവിടെ കൊടുത്താൽ നമ്മൾക്കൊരു കോമ്പാക്ട് സെറ്റ് കിട്ടും. ഓക്കെ, നോക്കുക. നൗ വി ക്യാൻ ഫൈൻഡ് എ ഹൈപ്പർ പ്ലെയിൻ കണ്ടെയ്നിങ് എക്സ് നോട്ട് ഇൻ്റർസെക്റ്റിംഗ് ഓൾ ദി എഡ്ജസ് ഓഫ് എസ് സി. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ സൈഡിൽ വരച്ച പിക്ചർ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക മനസ്സിൽ. ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. വിഷ്വലൈസേഷൻ റെഡിയായാലും കൂടുതൽ മനസ്സിലാക്കാം നമുക്ക് പ്രൂഫ്. വി ക്യാൻ ഫൈൻഡ് എ ഹൈപ്പർ പ്ലെയിൻ എക്സ് നോട്ട് ഇൻ്റർസെക്റ്റിംഗ് ഓൾ ദി എഡ്ജസ് ഓഫ് എസ് സി. അങ്ങനെ ഒരു പ്ലെയിൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, എക്സ് നോട്ട് കൂടെ പാസ് ചെയ്യുന്ന എസ് സിയിലെ എല്ലാ എഡ്ജസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ഹൈപ്പർ പ്ലെയിൻ. ദെൻ ദി പ്രൊഡ്യൂസിങ് ബൗണ്ടഡ് പോളിറ്റോപ്പ്. ഓക്കെ, ഈ ഹൈപ്പർ പ്ലെയിനും കൂടെ കൺസിഡർ ചെയ്താൽ നമ്മൾക്ക് എസ് സിൻ്റെ ഒരു ബൗണ്ടഡ് പോളിറ്റോപ്പ് കിട്ടും. ഓക്കെ, ഇൻ്റർസെക്റ്റ് ചെയ്യിപ്പിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ ഹൈപ്പർ പ്ലെയിനുമായിട്ട് എസ് സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് എക്സ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു പോളിറ്റോപ്പ് കിട്ടും. ഓക്കെ, എസ് സിൻ്റെ ഉള്ളിൽ. ഓക്കെ, അതാണ് എഴുതിയത്. thereby പ്രൊഡ്യൂസിങ് എ ബൗണ്ടഡ് പോളിറ്റോപ്പ് എസ് പി. അതിനെ ഞാൻ എസ് പി എന്ന് വിളിക്കുന്നുണ്ട്. എസ് പി സബ്സെറ്റ് ഓഫ് എസ് സി. ഓക്കെ, വെർട്ടൈസസ് ഓഫ് എസ് പി ആർ കണ്ടെയ്നിങ് എസ് സി. കാരണം എസ് പി എസ് സിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എസ് പിയിലെല്ലാ എഡ്ജസും എസ് സിയിൽ കണ്ടെയ്ൻ ചെയ്യും. എസ് പി പോളിറ്റോപ്പാണ്, ബൗണ്ടഡ് ആണ്. അപ്പോൾ എസ് പിക്ക് ഒരു മിനിമം എക്സിസ്റ്റ് ചെയ്യും. എസ് പിയിൽ എഫിനൊരു മിനിമം എക്സിസ്റ്റ് ചെയ്യും ബൈ കേസ് 1. കേസ് 1 അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബൗണ്ടഡ് സെറ്റ് ആകുമ്പോൾ, ബൗണ്ടഡ് പോളിറ്റോപ്പ് ആകുമ്പോൾ എഫിന് മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഇവിടെ എസ് പി അങ്ങനെയുള്ള ഒരു സെറ്റാണ്. അപ്പോൾ അവിടെ എഫിന് മിനിമം അറ്റൈൻ ചെയ്യും. ഓക്കെ, എഫ് ഓഫ് എക്സ് ഹാസ് എ മിനിമം ഇൻ എസ് പി സിൻസ് ഇറ്റ് ഈസ് ബൗണ്ടഡ് അറ്റ് വൺ ഓഫ് ദി വെർട്ടൈസസ് ഓഫ് എസ് പി. ഓക്കെ, ആ മിനിമം എസ് പിയിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ വരും. എക്സ് വി എന്നുള്ള എസ് പിൻ്റെ വെർട്ടെക്സിലാണ് മിനിമം അച്ചീവ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് എക്സ് വി ബി സച്ച് എ വെർട്ടെക്സ് എക്സ് നോട്ട് എസ് പിയിലുണ്ടാവും. അതേ കാരണം നമ്മൾ അങ്ങനെയാണ് എസ് പിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമ്മളൊരു എക്സ് നോട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഹൈപ്പർ പ്ലെയിന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എസ് പിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എക്സ് നോട്ട് എസ് പിയിലുണ്ടാവും. ഓക്കെ, എക്സ് നോട്ട് എസ് പിയിലുണ്ടാവും. എക്സ് വിയിലാണ് എഫിൻ്റെ മിനിമം. എസ് പി കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് വി എന്നുള്ള വെർട്ടെക്സിലാണ് എഫിൻ്റെ മിനിമം. ഓക്കെ, എക്സ് നോട്ട് എസ് പിയിലെ ഒരു പോയിൻ്റാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആവും. അപ്പോൾ അതിനെ നമ്പർ ചെയ്യുക 2. ബട്ട് ആൾസോ എക്സ് നോട്ട് എക്സ് വി ബിലോങ്സ് ടു എസ് സി. ഓക്കെ, എക്സ് നോട്ട് എസ് സിയിലുണ്ടാവും, അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ് വി എസ് പിൻ്റെ വെർട്ടെക്സ് ആണ്. എസ് പി എസ് സിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ് വിയും എസ് സിയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എഫിൻ്റെ മിനിമമാണ് എസ് സിയിൽ. അപ്പോൾ എഫ് ഓഫ് എസ് സിയിലെ 2 പോയിൻറ്റ്സാണ് എക്സ് നോട്ടും എക്സ് വിയും. അപ്പോൾ എക്സ് നോട്ട് അപ്പോൾ എക്സ് നോട്ടിലാണ് എഫിന് എസ് സിയിൽ മിനിമം. അപ്പോൾ നമുക്കും പറയാം എന്ത്, ദെർഫോർ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാക്കാം കേട്ടോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കൊടുത്തത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാക്കാം. എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വി. ഓക്കെ, അതിന് നമ്പർ ചെയ്യുക 3. 1ഉം 2ഉം 3ഉം കമ്പയർ ചെയ്താൽ നമ്മൾക്ക് എന്ത് പറയാം, കമ്പയർ ചെയ്യില്ല, കമ്പൈൻ ചെയ്യാം. 2ഉം 3 ഇനീക്വാളിറ്റീസ് 2ഉം 3ഉം നോക്കുക. അവിടെ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കുക, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വി. ഓക്കെ, അപ്പോൾ എക്സ് നോട്ട് എസ് പിയിലും എഫ് ഓഫ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് വിയും ഈക്വൽ ആണെന്ന് പറയും. ഓക്കെ, അതായത് എക്സ് നോട്ടിലും എസ് പി കൺസിഡർ ചെയ്യുമ്പോൾ എഫിന് മിനിമമാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ ഒബ്സർവ് ചെയ്യുക. എക്സ് വി എന്ന് പറയുന്ന വെർട്ടെക്സ് നമ്മളുടെ എസ് സിൻ്റെ എഡ്ജിലായിരിക്കും. കാരണം നമ്മളൊരു പ്ലെയിനുമായിട്ട് പുതിയൊരു പ്ലെയിനുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യിക്കുകയാണ്.
എസ് സിയിലെ എല്ലാ എഡ്ജസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ഹൈപ്പർ പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എസ് പി കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എസ് പിൻ്റെ വെർട്ടെക്സുകൾ എന്ന് പറഞ്ഞാൽ എസ് സിൻ്റെ എഡ്ജസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, എക്സ് വി എസ് പിൻ്റെ ഒരു വെർട്ടെക്സ് ആണ്. അപ്പോൾ എക്സ് വി എന്ന് പറയുന്നത് ഏതെങ്കിലും എസ് സിൻ്റെ ഏതെങ്കിലും ഒരു എഡ്ജുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് എക്സ് വി എസ് സിയിലെ ഏതെങ്കിലും ഒരു എഡ്ജിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ എഡ്ജസിലെ പോയിൻറ്റ്സിൽ എസ്സിൻ്റെ എഡ്ജസിലെ പോയിൻറ്റ്സിലെ മിനിമം x1 നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വി ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വി ആയിരിക്കും. അത് എഫ് ഓഫ് എക്സ് നോട്ടിന് ഈക്വൽ ആണെന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ 1ഉം 4ഉം കമ്പൈൻ ചെയ്യുക. ഇൻഈക്വാളിറ്റീസ് 1ഉം 4ഉം കമ്പൈൻ ചെയ്താൽ x1ലും x0ലും എഫിൻ്റെ വാല്യൂ സെയിം ആണെന്ന് പറയാം. അതായത് മിനിമം എഫ് ഓഫ് എക്സ് ഈസ് മിനിമം അറ്റ് x1 ഇൻ എസ് സി. ഓക്കെ, എസ് സിയിൽ x1ലാണ് മിനിമം എന്ന് പറയാം. അപ്പോൾ ആ കേസിൽ നമുക്കെന്ത് പറയാം? ഈ കേസിൽ സബ് കേസ് 1ൽ എസ് എഫ് എസ് സിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ x1 എസ് എഫിലെ ഒരു പോയിൻ്റ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സിന് എസ് എഫിൽ മിനിമം വരും. മോറോവർ മിനിമം x1ലായിരിക്കും എന്നാണ് പറയാം. x1 ആണെന്ന് പറയാം. മോറോവർ x1 എസ് എഫിൻ്റെ വെർട്ടെക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസിലും നമ്മൾക്ക് എസ് എഫിന് മിനിമം എസ് എഫിന് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മിനിമം x1ലാണെന്ന് പറയാം. ഓക്കെ, ഇനി സബ് കേസ് 2 എന്ന് പറഞ്ഞാൽ സബ് കേസ് 1ൻ്റെ ഓപ്പോസിറ്റ് കേസ് എന്ന് പറഞ്ഞാൽ എലോങ് സം എഡ്ജസ് ഓഫ് എസ് സി, അതിൻ്റെ നെഗേഷൻ. നമ്മൾ ഒന്നാമത്തെ കേസ് എല്ലാ എസ് സിയിലെ എല്ലാ എഡ്ജസിലെ പോയിൻറ്റ്സ് കൺസിഡർ ചെയ്താലും എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എഡ്ജിലെ പോയിൻ്റെങ്കിലും എഫ് ഓഫ് എക്സ് വൺ പോയിൻറ്റ്സ് എങ്കിലും എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് എഴുതിയത്. അലോങ് സം എഡ്ജസ് ഓഫ് എസ് സി എഫ് ഓഫ് എക്സ് ഡിക്രീസസ് ആസ് ലാംഡ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നാമത്തെ കേസിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗേഷനാണ് എഴുതിയത്. Along some edges of SC, f of x decreases as lambda increases. If this edge is wholly the edge of SF, then f of x decreases without limit along this edge. Okay. അപ്പോൾ സബ് കേസ് 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് ലാംഡ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു എഡ്ജിൽ എസ് സിൻ്റെ ഏതെങ്കിലും ഒരു എഡ്ജിൽ എഫ് ഓഫ് എക്സ് ഡിക്രീസ് ചെയ്യുകയാണ് ലാംഡ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. സപ്പോസ് ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ എഡ്ജ് എഫ് ഓഫ് എക്സ് ഡിക്രീസ് ചെയ്യുന്ന ഈ എഡ്ജ് എസ് എഫിലും കൂടെ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിനെ നമ്മൾക്ക് എത്ര ചെറുതാക്കാം. ഈ ലാംഡ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എഫ് ഓഫ് എക്സ് കുറഞ്ഞ് വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ പറയുക? എഫ് ഓഫ് എക്സ് ഡിക്രീസസ് വിത്തൗട്ട് ലിമിറ്റ് അലോങ് ദിസ് എഡ്ജ്. ഓക്കെ, ഈ എഡ്ജ് മുഴുവനായിട്ട് എസ് എഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സിന് അൺബൗണ്ടഡ് മിനിമം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എഡ്ജ് മുഴുവനായിട്ട് എസ് എഫിൽ കണ്ടെയ്ൻ ചെയ്യുക. എസ് സിൻ്റെ ഈ പറഞ്ഞ എഡ്ജ് മുഴുവനായിട്ട് എസ് എഫിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അൺബൗണ്ടഡ് മിനിമം വരും. ഓക്കെ, അതൊരു കേസാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം കൺക്ലൂഡ് ചെയ്യുമ്പോഴുള്ള ഒരു കേസ് അതാണ്. അപ്പോൾ അവിടെയും തിയറം ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇനി ഈ എഡ്ജ് നമ്മളിപ്പോൾ പറഞ്ഞ എഡ്ജ് മുഴുവനായിട്ട് എസ് എഫിൽ വരുന്നില്ല എന്ന് കരുതും. അപ്പോൾ എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇഫ് ദി എഡ്ജ് ഈസ് പാർഷ്യലി ഇൻ എസ് എഫ്, ദെൻ ഫോർ സം ലാംഡ ഈക്വൽ ടു ലാംഡ നോട്ട് വി അറൈവ് അറ്റ് വെർട്ടെക്സ് x2 ഓഫ് എസ് എഫ് വിത്ത് എഫ് ഓഫ് എക്സ് ടു ലെസ് ദാൻ എഫ് ഓഫ് എക്സ്. ഈ കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞ എഡ്ജിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് എസ് എഫിൽ ഉള്ളത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ x1 സ്റ്റാർട്ട് ചെയ്ത് ഒരു x2 എന്നുള്ള പോയിന്റിൽ അവസാനിക്കും. ആ ലൈൻ സെഗ്മെൻറ്റ്
അവസാനിക്കും X2 കഴിഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നും SF വരില്ല. ഓക്കെ, അതാണ് എഴുതിയത്. if the edge partially in SF, then for some lambda equal to lambda naught, for a lambda equal to lambda naught, we arrive at another vertex X2 of SF. ഈ X2 എന്നുള്ള പോയിൻ്റ് SF-ൻ്റെ ഒരു വെർട്ടെക്സ് ആയിരിക്കും. മാത്രമല്ല ഈ എഡ്ജിൽ എഫിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യായതുകൊണ്ട് തന്നെ നമ്മൾക്ക് f(x2) ലെസ് ദാൻ ഓർ ഈക്വൽ ടു f(x1) എന്ന് പറയും. വി ക്യാൻ നൗ അപ്ലൈ ദി സെയിം റീസണിങ് ടു X2. ഇനി X2-ൽ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോസസ്സ് ചെയ്യാം, വിച്ച് വി ഹാവ് ബീൻ അപ്ലൈയിങ് S1. ഇപ്പോൾ നമുക്ക് X2 എന്നുള്ളൊരു വെർട്ടെക്സ് കിട്ടും. ഇനി X2-ൽ നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യാം. നെയിംലി we can reasoning X2 which we have been applying X1, namely that either f of X2 is minimum or f of x has an unbounded, or there is another vertex X3 of SF such that f of X3 less than f of X2. അതായത് നമ്മൾ ഇനി X2-ൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ, ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് X2-ൽ മിനിമം എന്ന് പറയാം സബ് കേസ് 1-ൽ, അല്ലെങ്കിൽ X2-ൽ ഇനി സബ് കേസ് 2 ആണ് വരുന്നതെങ്കിൽ അതിലെ സബ് കേസ് 2-ലെ ഒന്നാമത്തെ കേസ്, അതായത് ഏതെങ്കിലും ഒരു എഡ്ജ് മുഴുവനായിട്ട് SF-ൽ വരുന്നുണ്ട്, ആ എഡ്ജിൽ എഫിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് അൺബൗണ്ടഡ് മിനിമം എത്തും. അല്ലെങ്കിൽ സബ് കേസ് 2-ലെ അടുത്ത കേസിൽ വരും, അതായത് നമ്മൾ വേറൊരു X3 എന്നുള്ള പോയിന്റിൽ വെർട്ടെക്സിലെത്തും. ഓക്കെ, X3 എന്നുള്ളൊരു വെർട്ടെക്സിൽ എത്തും f of X3 ലെസ് ദാൻ f of X2 ആയിട്ട് SF-ൻ്റെ X3 എന്നുള്ളൊരു വെർട്ടെക്സിൽ. ഇനി ഈ കാര്യങ്ങളൊക്കെ X3-ൽ ചെയ്യാം. ഈ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യും, കാരണം SF-ന് ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടെക്സുകളെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടെക്സുകളെ ഉണ്ടാവുള്ളൂ, കാരണം നമ്മളുടെ കൺസ്ട്രെയിൻസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസേ ഉള്ളൂ. ഓക്കെ, ഒരു വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ രണ്ട് ഹൈപ്പർ പ്ലെയിൻസ്, ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻസിൽ രണ്ട് കൺസ്ട്രെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും വെർട്ടെക്സ്. ഓക്കെ, ഈ കൺസ്ട്രെയിൻസ് ഫൈനൈറ്റ് നമ്പർ ആയതുകൊണ്ട്, കൺസ്ട്രെയിൻസിൻ്റെ എണ്ണം ഫൈനൈറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടെക്സുകളെ വരുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു വെർട്ടെക്സ് X2 ഒരു വെർട്ടെക്സ് X കിട്ടും, അവിടെ മിനിമം ആയിരിക്കും എഫിന് SF-ൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു അൺബൗണ്ടഡ് മിനിമം കിട്ടും. അതായത് ഒരു വെർട്ടെക്സിൽ ഉള്ള ഒരു എഡ്ജ് കിട്ടും, ആ എഡ്ജിൽ ഒരു വെർട്ടെക്സിൽ ഇൻസിഡൻ്റ് ആകുന്ന എഡ്ജ് കിട്ടും. ആ എഡ്ജ് മുഴുവനായിട്ട് അല്ലെങ്കിൽ ആ എഡ്ജ് മുഴുവനായിട്ട് SF-ൽ ഉണ്ടാവും. ആ എഡ്ജിൽ എഫിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ പോകും. ഓക്കെ, അതായത് എഫിന് ആ കേസിൽ അൺബൗണ്ടഡ് മിനിമം ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ തിയറം ഇവിടെ കൺക്ലൂഡ് ചെയ്യുക, പ്രൂഫായിട്ടുണ്ട് അല്ലേ. നമുക്ക് കേസസൊക്കെ പറയുമ്പോൾ നമുക്ക് കൺക്ലൂഷൻ എന്താണെന്ന് കിട്ടുന്നത്, എഫിന് SF-ൽ ഒന്നില്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വെർട്ടെക്സിൽ മിനിമം അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ അൺബൗണ്ടഡ് മിനിമം ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തിയറം നന്നായിട്ടൊന്ന് വിലയിരുത്തുക. ഞാൻ പ്രൂഫ് ഞാൻ ജനറലായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ കൂടുതൽ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ പ്രൂഫാണ്. നിങ്ങൾ തിയറം അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, SF-ന് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വെർട്ടെക്സിൽ മിനിമം അച്ചീവ് ചെയ്യുന്നുണ്ടെന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, വെർട്ടെക്സിൽ മാത്രമേ മിനിമം വരുള്ളൂ എന്നൊന്നും പറയുന്നില്ല. ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ മിനിമം അച്ചീവ് ചെയ്യും. SF-ൽ വെർട്ടെക്സ് അല്ലാത്ത പോയിൻറ്റ്സിലും മിനിമം വരാതിരിക്കുക, പക്ഷേ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ എങ്ങനെയായാലും മിനിമം അച്ചീവ് ചെയ്യും. ഓക്കെ, F-ൽ. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.